എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന PSCയുടെ പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാം തന്നെ പ്രധാന ചോദ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാലയാകാൻ പോകുന്നത് ഇലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാകാൻ പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട കാണ്ഡഹാർ വിമാനറാഞ്ചലിൻ്റെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് യൂസഫ് അസറാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട കാണ്ഡഹാർ വിമാനറാഞ്ചലിൻ്റെ മുഖ്യ സൂത്രധാരൻ. സംസ്ഥാനത്ത് ഇനി മുതൽ ആൻറ്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിൽ നൽകാനാണ് തീരുമാനിച്ചത്? നീല. സംസ്ഥാനത്ത് ഇനി മുതൽ ആൻറ്റിബയോട്ടിക്കുകൾ നീല നിറമുള്ള കവറിൽ നൽകാനാണ് തീരുമാനമായത്. 2024-25 വർഷത്തിലെ കേരള പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായത് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയാണ് 2024-25 വർഷത്തിലെ കേരള പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായത്. ഹൈദരാബാദിൽ നടന്ന 2025 72ാമത് മിസ് വേൾഡ് മത്സരത്തിൽ കിരീടം നേടിയത് ഒപാൽ സുജത ചുവാങ്ശ്രീ. തായ്ലൻഡുകാരിയായ ഒപാൽ സുജത ചുവാങ്ശ്രീയാണ് ഹൈദരാബാദിൽ നടന്ന 2025 72ാമത് മിസ് വേൾഡ് മത്സരത്തിൽ കിരീടം നേടിയത്. 5 വർഷത്തേക്ക് NAC അക്രഡിറ്റേഷൻ ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, കുഫോസ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയാണ് 5 വർഷത്തേക്ക് NAC അക്രഡിറ്റേഷൻ ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ്. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തുറമുഖം. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഫോട്ടോ പകർത്തിയ ഫോട്ടോഗ്രാഫർ സമർ അബു എലൂഫ്. പലസ്തീൻ ഫോട്ടോഗ്രാഫറായ സമർ അബു എലൂഫ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഫോട്ടോ പകർത്തിയ ഫോട്ടോഗ്രാഫറാണ് സമർ അബു എലൂഫ്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരിയായ സാഹിത്യ നിരൂപക ഗായത്രി ചക്രവർത്തി സ്പിവാക്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരിയായ സാഹിത്യ നിരൂപകയാണ് ഗായത്രി ചക്രവർത്തി സ്പിവാക്. 2025 27ാമത് UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ആന്തോളജി ചിത്രം മൈ മെൽബൺ. ഇംതിയാസ് അലി, ഒനീർ, റിമാദാസ്, കബീർ ഖാൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത മൈ മെൽബൺ എന്ന ചിത്രമാണ് 2025 27ാമത് UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ആന്തോളജി ചിത്രം. കേരളത്തിൽ ആദ്യത്തെ ആനിമൽ ഹോസ്പൈസ് സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത് കുപ്പാടി. വയനാട്ടിലെ കുപ്പാടിയിലാണ് കേരളത്തിൽ ആദ്യത്തെ ആനിമൽ ഹോസ്പൈസ് സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത്. താപ്തി മെഗാ റീചാർജ് പദ്ധതിക്കായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. മധ്യപ്രദേശും മഹാരാഷ്ട്രയുമാണ് താപ്തി മെഗാ റീചാർജ് പദ്ധതിക്കായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ. കാശ്മീർ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം റിസാറ്റ് 1B എന്ന ഉപഗ്രഹമാണ് കാശ്മീരിലെ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം. ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്ക്, വിധവകൾ, ഭിന്നശേഷിക്കാർ, ഗുരുതര രോഗബാധിതർ, ദുരന്തബാധിതർ എന്നിവർക്ക് ഉപജീവന മാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി പ്രത്യാശ. ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഉപജീവന മാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുക
എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രത്യാശ. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നതിന് പട്ടികജാതി വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ലക്ഷ്യ എന്ന പദ്ധതിയാണ് സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നതിന് പട്ടികജാതി വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി. ഇന്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? ആർട്ടിക്കിൾ 21. ഇന്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. കേരള സാമൂഹിക നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ പദ്ധതി വർണ്ണം എന്ന പദ്ധതിയാണ് കേരള സാമൂഹിക നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ പദ്ധതി. അംബികാസുധൻ മാങ്ങാടിനെ മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡിന് അർഹമാക്കിയ നോവൽ അല്ലോഹലൻ. അംബികാസുധൻ മാങ്ങാടിനെ മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡിന് അർഹമാക്കിയ നോവലാണ് അല്ലോഹലൻ. രാജ്യത്താദ്യത്തെ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി ഹോപ്പ് ഓൺ നീറ്റിലിറങ്ങുന്നത് എവിടെയാണ്? കൊച്ചി. രാജ്യത്താദ്യത്തെ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി ആയ ഹോപ്പ് ഓൺ നീറ്റിലിറങ്ങുന്നത് കൊച്ചിയിലാണ്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി നടന്ന ആക്രമണങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ ഉപഗ്രഹ ചിത്ര തെളിവുകളോടെ ലോകത്തിനു മുന്നിലെത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനി കവാ സ്പേസ്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി നടന്ന ആക്രമണങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ ഉപഗ്രഹ ചിത്ര തെളിവുകളോടെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കവാ സ്പേസ്. ഒ വി വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് ഏച്ചിക്കാനം. സന്തോഷ് ഏച്ചിക്കാനത്തിനാണ് ഒ വി വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ലഭിച്ചത്. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കളായത് മഹാരാഷ്ട്രയാണ് 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കളായത്. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിനിൽ നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം 90.23 മീറ്റർ. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ 90 മീറ്റർ മറികടക്കുന്നത്. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിനിൽ നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം 90.23 മീറ്ററാണ്. കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള സർക്കാർ സ്ഥാപിക്കുന്ന പ്രത്യേക ഗ്രിഡ് കേരള കെയർ എന്ന പ്രത്യേക ഗ്രിഡാണ് കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള സർക്കാർ സ്ഥാപിക്കുന്ന പ്രത്യേക ഗ്രിഡ്. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേക്ഷണം ചെയ്യുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഗോത്രഭേരി എന്ന പദ്ധതിയാണ് സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേക്ഷണം ചെയ്യുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി. 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ് 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത്. പ്രൊജക്ട് ലയൺ പ്രകാരം ഏഷ്യൻ സിംഹങ്ങളുടെ 2ാമത്തെ ആവാസ കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം ബർദ വന്യജീവി സങ്കേതമാണ് പ്രൊജക്ട് ലയൺ പ്രകാരം ഏഷ്യൻ സിംഹങ്ങളുടെ 2ാമത്തെ ആവാസ കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം. ആദ്യത്തേത് ഗിർ വന്യജീവി സങ്കേതമായിരുന്നു. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച കേരള ഹൈക്കോടതിയാണ് റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി. ലിംഗസംവേദനക്ഷമതയും വിദ്യാർത്ഥി സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്യാമ്പസ് കോളിംഗ് പരിപാടി ആരംഭിച്ച സംഘടന ദേശീയ വനിതാ കമ്മീഷനാണ് ലിംഗസംവേദനക്ഷമതയും വിദ്യാർത്ഥി സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്യാമ്പസ് കോളിംഗ് പരിപാടി ആരംഭിച്ച സംഘടന. ISROയും ഹൈദരാബാദ് IITയുടെയും സഹായത്തോടെ
കേന്ദ്ര തപാൽ വകുപ്പ് വികസിപ്പിച്ചെടുത്ത പുതിയ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ഡിജിപിൻ. ഡിജിപിന്നാണ് ISROയുടെയും ഹൈദരാബാദ് IITയുടെയും സഹായത്തോടെ കേന്ദ്ര തപാൽ വകുപ്പ് വികസിപ്പിച്ചെടുത്ത പുതിയ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. 2025 സാഫ് അണ്ടർ 19 ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യയാണ് 2025 സാഫ് അണ്ടർ 19 ഫുട്ബോൾ ജേതാക്കൾ. 2025 ശ്രീ വേലുത്തമ്പി പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ് 2025 ശ്രീ വേലുത്തമ്പി പുരസ്കാരം നേടിയത്. 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ച കന്നഡ എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ വ്യക്തി ബാനു മുഷ്താഖിൻ്റെ ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം. ബാനു മുഷ്താഖാണ് 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ച കന്നഡ എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ വ്യക്തി. ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിൻ്റെ ഹാർട്ട് ലാമ്പ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ദീപാ ബസ്തിയാണ് ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിൻ്റെ ഹാർട്ട് ലാമ്പ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി ബന്ധു ക്ലിനിക് പദ്ധതി. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഒരു പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി. എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ മലയാളി വനിത സഫ്രീന ലത്തീഫാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ മലയാളി വനിത. 2025 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം റോട്ടർഡാം. നെതർലൻഡ്സിലെ റോട്ടർഡാമാണ് 2025 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം. ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിൻ ഹിൽകോൾ എന്ന വാക്സിനാണ് ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിൻ. ത്രിമാന വീഡിയോ കോളുകൾ സാധ്യമാക്കുന്നതിനായി HP-യുമായി ചേർന്ന് ഗൂഗിൾ അവതരിപ്പിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം ഗൂഗിൾ ബീം എന്ന പ്ലാറ്റ്ഫോമാണ് ത്രിമാന വീഡിയോ കോളുകൾ സാധ്യമാക്കുന്നതിനായി HP-യുമായി ചേർന്ന് ഗൂഗിൾ അവതരിപ്പിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറിയ സംസ്ഥാനം മിസോറാമാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറിയ സംസ്ഥാനം. പൗരാണിക കാലത്ത് സമുദ്ര വ്യാപാരത്തിന് ഉപയോഗിച്ചിരുന്ന കപ്പലിൻ്റെ മാതൃകയിൽ നാവികസേന നിർമ്മിച്ച കപ്പൽ INSV കൗണ്ടിന്യയാണ് പൗരാണിക കാലത്ത് സമുദ്ര വ്യാപാരത്തിന് ഉപയോഗിച്ചിരുന്ന കപ്പലിൻ്റെ മാതൃകയിൽ നാവികസേന നിർമ്മിച്ച കപ്പൽ. എവറസ്റ്റ് കീഴടക്കുന്ന ഇന്ത്യയിലെ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ സ്ത്രീയും ലോകത്തിലെ 5ാമത്തെ വ്യക്തിയുമായി മാറി ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? ചോൻ സിംഗ് ആങ്മോയാണ് എവറസ്റ്റ് കീഴടക്കുന്ന ഇന്ത്യയിലെ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ സ്ത്രീയും ലോകത്തിലെ 5ാമത്തെ വ്യക്തിയുമായി മാറി ചരിത്രം സൃഷ്ടിച്ചത്. ചോൻ സിംഗ് ആങ്മോ. 34ാമത് പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച നോവലിസ്റ്റിനുള്ള പുരസ്കാരം നേടിയ S ഹരീഷിൻ്റെ നോവൽ പട്ടുനൂൽപ്പുഴു. 34ാമത് പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച നോവലിസ്റ്റിനുള്ള പുരസ്കാരം നേടിയ S ഹരീഷിൻ്റെ നോവലാണ് പട്ടുനൂൽപ്പുഴു. മലയാള സിനിമാ നടൻ ബഹദൂറിൻ്റെ പേരിൽ പുറത്തിറക്കിയ പുതിയ ലിപി ബഹദൂർ അക്ഷരങ്ങൾ ബഹദൂർ ഫോണ്ടാണ് മലയാള സിനിമാ നടൻ ബഹദൂറിൻ്റെ പേരിൽ പുറത്തിറക്കിയ പുതിയ ലിപി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? ചിറയൻകീഴും വടകരയും. ചിറയൻകീഴ്, വടകര സ്റ്റേഷനുകളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ. സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ വിമാനത്താവളം. ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിൽ നിന്നും വിരമിച്ചവരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും വിദഗ്ധോപദേശത്തിനായി ഉപയോഗിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതി വിസ്ഡം ബാങ്ക്. ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിൽ നിന്നും വിരമിച്ചവരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും വിദഗ്ധോപദേശത്തിനായി ഉപയോഗിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതിയാണ് വിസ്ഡം ബാങ്ക്. കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച്
വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രി വോൾട്ടേജ് പ്രൊജക്റ്റ് അഥവാ സോളാർ ഫാമിംഗ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രി വോൾട്ടേജ് പ്രൊജക്റ്റ് അഥവാ സോളാർ ഫാമിംഗ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഹൈബ്രിഡ് നെൽവിത്തുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ്. പഞ്ചാബായിരുന്നു ഹൈബ്രിഡ് നെൽവിത്തുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. 51 ഭാഷകളിൽ സംസാരിക്കുന്ന അക്മിറ എന്ന AI അധിഷ്ഠിത അധ്യാപികയെ നിർമ്മിച്ച കേരളത്തിലെ വിദ്യാലയം കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂൾ. AKMHSS മലപ്പുറം. മലപ്പുറത്തെ കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂളാണ് 51 ഭാഷകളിൽ സംസാരിക്കുന്ന അക്മിറ എന്ന AI അധിഷ്ഠിത അധ്യാപികയെ നിർമ്മിച്ച കേരളത്തിലെ വിദ്യാലയം. വിദ്യാഭ്യാസ സാമഗ്രികളുടെ വിതരണത്തിനായി തപാൽ വകുപ്പ് ആരംഭിച്ച പുതിയ തപാൽ സേവനത്തിൻ്റെ പേര് ഗ്യാൻ പോസ്റ്റ്. വിദ്യാഭ്യാസ സാമഗ്രികളുടെ വിതരണത്തിനായി തപാൽ വകുപ്പ് ആരംഭിച്ച പുതിയ തപാൽ സേവനത്തിൻ്റെ പേര് ഗ്യാൻ പോസ്റ്റ്. 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഗുമി. ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയ ആദ്യത്തെ ഭാരതീയൻ ശുഭാൻഷു ശുക്ല. ശുഭാൻഷു ശുക്ലയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയ ആദ്യത്തെ ഭാരതീയൻ. ആക്സിയം മിഷൻ 4ന്റെ ഭാഗമായിട്ടാണ് ശുഭാൻഷു ശുക്ല ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്. ലോകത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അൾട്രാ ഹൈ റെസല്യൂഷൻ കാലാവസ്ഥാ മോഡൽ ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം. ലോകത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അൾട്രാ ഹൈ റെസല്യൂഷൻ കാലാവസ്ഥാ മോഡലാണ് ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം മായ OS. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ OS. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയായ കൃത്രിം വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഏജന്റിക് AI അസിസ്റ്റന്റ് കൃതി. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയായ കൃത്രിം വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഏജന്റിക് AI അസിസ്റ്റന്റാണ് കൃതി. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടത്തുന്ന ഗതാഗത ബോധവൽക്കരണ ക്ലാസ് ഗ്രീൻ സിഗ്നൽ. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടത്തുന്ന ഗതാഗത ബോധവൽക്കരണ ക്ലാസ്സാണ് ഗ്രീൻ സിഗ്നൽ. യുവേഫ യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ എല്ലാ ക്ലബ് കിരീടങ്ങളും നേടുന്ന ആദ്യ ടീമായി മാറിയത് ചെൽസി. യുവേഫയുടെ എല്ലാ ക്ലബ് കിരീടങ്ങളും നേടുന്ന ആദ്യ ടീമായി മാറിയത് ചെൽസിയാണ്. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതാ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആൻസി സോജൻ. ആൻസി സോജനാണ് 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതാ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം. ഇന്ത്യയിലെ ഏത് ജില്ലയാണ് സൗരോർജ്ജം ഉപയോഗിച്ച് മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്നത്? ദിയു. ഇന്ത്യയിലെ ഏത് ജില്ലയിലാണ് സൗരോർജ്ജം ഉപയോഗിച്ച് മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്നത്? ദിയു. ISSF ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ വേൾഡ് ജൂനിയർ ലോകകപ്പ് മെഡൽ നിലയിൽ ഒന്നാമതെത്തിയത് ഇന്ത്യ. ഇന്ത്യയാണ് ISSF വേൾഡ് ജൂനിയർ ലോകകപ്പ് മെഡൽ നിലയിൽ ഒന്നാമതെത്തിയത്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് ഥാപ്പർ. വാൽമീക് ഥാപ്പറാണ് അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ. കേരള തീരത്ത് മുങ്ങിയ MSC എൽസ 3 എന്ന കണ്ടെയ്നർ കപ്പലിൽ ഉണ്ടായിരുന്ന അത്യന്തം അപകടകരമായ രാസവസ്തുവിൻ്റെ പേര് കാൽസ്യം കാർബൈഡ്. കേരള തീരത്ത് മുങ്ങിയ MSC എൽസ 3 എന്ന കണ്ടെയ്നർ കപ്പലിൽ ഉണ്ടായിരുന്ന അത്യന്തം അപകടകരമായ രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ്. പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കിപ്പണിയാനും പൂർത്തീകരിക്കാനും വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതി സേഫ് സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെൻറ്റ്. സേഫ് പദ്ധതിയാണ് പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കിപ്പണിയാനും പൂർത്തീകരിക്കാനും വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതി. 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം 24. 8 സ്വർണവും 10 വെള്ളിയും 6 വെങ്കലവും അടക്കം 24 മെഡലുകളാണ്
2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് കിട്ടിയത്? കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫാർമസിസ്റ്റുകൾ മരുന്ന് വിൽക്കുന്നത് തടയാൻ ആരംഭിച്ച ആപ്പ് കോമ്പൗണ്ടർ ആപ്പ്. കോമ്പൗണ്ടർ ആപ്പാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫാർമസിസ്റ്റുകൾ മരുന്ന് വിൽക്കുന്നത് തടയാൻ ആരംഭിച്ച ആപ്പ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത്. 2025 IPL കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് 2025 IPL കിരീടം നേടിയത്. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയത് രമേശ് കാവിലാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയത്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി നൽകുന്ന ബഷീർ ബാല്യകാല സഖി അവാർഡ് നേടിയത് KV മോഹൻകുമാറാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി നൽകുന്ന ബഷീർ ബാല്യകാല സഖി അവാർഡ് നേടിയത്. ഹരപ്പൻ കാലത്തിന് മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്തിലാണ് ഹാരപ്പൻ കാലത്തിന് മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത്. യുദ്ധവിമാനമായ റഫാലിന്റെ പ്രധാന ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായി കരാറിൽ ഒപ്പുവെച്ചത് ഡസോൾട്ട് ഏവിയേഷൻ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡും. ഫ്രഞ്ച് കമ്പനിയായ ഡസോൾട്ട് ഏവിയേഷനും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡുമാണ് യുദ്ധവിമാനമായ റഫാലിന്റെ പ്രധാന ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായി കരാറിൽ ഒപ്പുവെച്ചത്. 2025 ലോകാരോഗ്യ സംഘടനയുടെ ആഗോള പരമ്പരാഗത വൈദ്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ് 2025 ലോകാരോഗ്യ സംഘടനയുടെ ആഗോള പരമ്പരാഗത വൈദ്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ് ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. 2026 12ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് 2026 12ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നട്ടുപിടിപ്പിച്ച ചെടി സിന്ദൂർ ബിക്സ ഒരല്ലേന എന്ന ശാസ്ത്രീയ നാമമുള്ള സിന്ദൂറാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നട്ടുപിടിപ്പിച്ച ചെടി സിന്ദൂർ ചെടി. കശ്മീർ താഴ്വരയെയും ജമ്മുവിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിച്ചത് കത്ര ശ്രീനഗർ റൂട്ടിലാണ് കശ്മീർ താഴ്വരയെയും ജമ്മുവിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിച്ചത്. പാണ്ഡ്യ കാലഘട്ടത്തിലെ 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം കണ്ടെത്തിയ സംസ്ഥാനം തമിഴ്നാട്ടിലാണ് പാണ്ഡ്യ കാലഘട്ടത്തിലെ 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം കണ്ടെത്തിയത്. സംസ്ഥാനത്തെ അംഗൻവാടികളിൽ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കുഞ്ഞൂസ് കാർഡ് എന്ന പദ്ധതിയാണ് സംസ്ഥാനത്തെ അംഗൻവാടികളിൽ കുട്ടികളുടെ വളർച്ചാഘട്ടങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. വിദേശ ഭാഷകളുടെ സ്വാധീനത്തിൽ നിന്ന് ഭരണ സംവിധാനത്തെ മോചിപ്പിക്കുന്നതിനായി എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും ഒരു സംഘടിത വേദി നൽകുന്നതിനായി ആരംഭിച്ച കൂട്ടായ്മ ഭാരതീയ ഭാഷാ അനുഭാഗ് എന്ന കൂട്ടായ്മയാണ് വിദേശ ഭാഷകളുടെ സ്വാധീനത്തിൽ നിന്ന് ഭരണ സംവിധാനത്തെ മോചിപ്പിക്കുന്നതിനായി എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും ഒരു സംഘടിത വേദി നൽകുന്നതിനായി ആരംഭിച്ച കൂട്ടായ്മ. ഏറ്റവും കൂടുതൽ GSDP ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ GSDP ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം. ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം. 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി കാനഡയായിരുന്നു 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി.
2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരാസ്. സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരാസ് ആണ് 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കോക്കോ ഗൗഫ്. USA കോക്കോ ഗൗഫ് ആണ് 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവത്കൃത ആദിവാസി കോളനി നടുപ്പതി ആദിവാസി കോളനിയാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവത്കൃത ആദിവാസി കോളനി. റുബാരു മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ ക്യാബെല്ലോ യൂണിവേഴ്സൽ 2025 കിരീടം നേടുന്ന ആദ്യ മലയാളി അനന്തകൃഷ്ണയാണ് റുബാരു മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ ക്യാബെല്ലോ യൂണിവേഴ്സൽ 2025 കിരീടം നേടുന്ന ആദ്യ മലയാളി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ആർച്ച് ബ്രിഡ്ജ് ചെനാബ് റെയിൽ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ആർച്ച് ബ്രിഡ്ജ്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചെനാബ് നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദുരന്ത നിവാരണ മേഖലയിലെ സംഭാവനകൾക്ക് UN നൽകുന്ന 2025 സസാകാവ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കാലാവസ്ഥാ ഡയറക്ടർ മൃത്യുഞ്ജയ് മൊഹപത്രയാണ് ദുരന്ത നിവാരണ മേഖലയിലെ സംഭാവനകൾക്ക് UN നൽകുന്ന 2025 സസാകാവ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കാലാവസ്ഥാ ഡയറക്ടർ. ഇന്ത്യയിൽ ആദ്യത്തെ 100% ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച റെയിൽവേ സ്റ്റേഷൻ കാച്ചെഗുഡ റെയിൽവേ സ്റ്റേഷൻ. തെലങ്കാനയിലെ കാച്ചെഗുഡ റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ 100% ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച റെയിൽവേ സ്റ്റേഷൻ. വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ കേരള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷൻ മെഡ്വാച്ച് എന്ന ആപ്ലിക്കേഷനാണ് വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ കേരള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷൻ. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്കയാണ് 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്. ഫൈനലിൽ ഓസ്ട്രേലിയയാണ് പരാജയപ്പെടുത്തിയത്. INS ഗുൽദാറിനെ ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. INS ഗുൽദാറിനെ ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ആരംഭിച്ചത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ്. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 1 കോടി വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതി ഒരു തൈ നടാം എന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 1 കോടി വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതി. ഥാർ മരുഭൂമിയുടെ വ്യാപനം തടയുന്നതിനും ആരവല്ലി പർവ്വതനിരയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. ഥാർ മരുഭൂമിയുടെ വ്യാപനം തടയുന്നതിനും ആരവല്ലി പർവ്വതനിരയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായി ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും ലഹരി ഉപയോഗം പോലുള്ള പ്രശ്നങ്ങൾ തടയുന്നതിനും വേണ്ടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും ലഹരി ഉപയോഗം പോലുള്ള പ്രശ്നങ്ങൾ തടയുന്നതിനും വേണ്ടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളിൽ പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം നേടിയ വ്യക്തി IB സതീഷാണ് സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളിൽ പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം നേടിയത്. രാജ്യത്തെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളമാണ് രാജ്യത്തെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം. ഓസ്ട്രിയൻ റേസ് വാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത് പ്രിയങ്ക ഗോസ്വാമിയാണ് ഓസ്ട്രിയൻ റേസ് വാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.